with Vaishak and Samira on Gold 101.3 FM. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് കാസർഗോഡ് ഇറങ്ങി പള്ളിക്കര വരെ എനിക്കൊന്ന് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പള്ളിക്കര ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം ആരോടും ചോദിക്കുമ്പോൾ ഞാൻ എത്ര നേരം നിന്നെന്നറിയും ഇവര് പറയുന്ന മനസ്സിലാക്കാൻ വേണ്ടി ഭാഷ മനസ്സിലായത് ഞാൻ കുറേയധികം ബുദ്ധിമുട്ടി. എന്നിട്ട് അവസാനം കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഈ മലയാളം പറയുന്നത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഭയങ്കര ആഗ്രഹം ഒന്ന് വിളിക്കാമോ? കാസർഗോഡുകാരെല്ലാരും ഒന്ന് വിളിച്ചേന്ന് നമ്മൾ ഒരാള് വിളിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സാജിഷ. നിങ്ങളുടെ ഭാഷ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നൊന്ന് സംസാരിക്കാമോ? കാസർഗോഡ് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാ ഭാഷയും മനസ്സിലാക്കാൻ പറ്റും. കാസർഗോഡ് ആ ഒരു പക്ക ലാംഗ്വേജിൽ എന്തെങ്കിലും കുറച്ചൊന്ന് സംസാരിക്കാവോ? ഓക്കെ, ഞാൻ ഇന്നത്തെ സംഭവം ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയും. കാലത്തെ സുബൈക്കണിച്ചിനിപ്പ അഞ്ച് പിള്ളേരെല്ലാം എണിപ്പിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ചൊറ നോക്കി നോക്കിയിട്ട് തൊണ്ട പൊട്ടുന്നത്. എന്നിട്ട് കുറച്ച് തുണ്ടാൻ കൊടുത്ത് ടിഫിനിട്ട് എല്ലാം കഴിഞ്ഞ് ചൊറ അയച്ചിട്ട് ഇപ്പൊ കരക്കരാണ്. പുള്ള ഉണ്ടാകുമ്പോ ബട്ടന് കയറുന്നത് മാത്രം അതൊരു മജ തന്നെപ്പ. കാലത്തെ സുബൈക്കണിച്ചിട്ട് എന്തോ ഒരു ഭ്രാന്താണ്. അങ്ങനെ കരക്കരായിട്ട് ഞാൻ കൊച്ചിയിൽ ചായ വെക്കാൻ പോയിട്ട് അമ്മ ജാറിച്ച് ഗുണയിന്ന് നോക്കുമ്പോ അവിടെ വെള്ളം തൂയിട്ടുണ്ട്. ഇതിലും ഭേദം കിലുക്കി ഭാഷയായിരുന്നു ബാഹുബലിയുടെ. കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. അപ്പൊ അവിടെ വെള്ളം തൂയിട്ടുണ്ടായി. അങ്ങനെ ജാറിച്ച് കൊണ്ട് നോക്കുമ്പോ ചെറിയ ചെക്കനില്ല, അവന് ഫിൽറ്ററിന്റെ പൈപ്പ് ബന്ധാക്കാണ്ട് പോയിട്ടാണ്. നാട്ടിലും പോയിന് നോമ്പലത്തിൽ കഴിയുന്നില്ല പോയി നെയ്യാൻ വെച്ച പത്താണ് ഇപ്പൊ. അയ്യോ കഴിഞ്ഞോ? താജിഷ എവിടെ ഒന്നും മനസ്സിലായി. പ്രാന്തം എന്നുള്ളത് മനസ്സിലായി, ഫിൽറ്റർ എന്നുള്ളത് മനസ്സിലായി, സുബഹി മനസ്സിലായി, അതൊക്കെ പിടികിട്ടി. അയ്യോ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സംഭവമാണ് പറഞ്ഞത്. അതായിരുന്നു ഇത്. ഞങ്ങൾ എന്തൊക്കെ ഊഹിച്ചെന്നറിയാം. ചായ വെക്കാൻ പോയപ്പോ അവിടെ വെള്ളം താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്ലിപ്പായി വീണു. അപ്പൊ ഫിൽറ്ററിന് വെള്ളം ഓണാക്കി വെച്ചിട്ട് മോൻ പോയി, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ചെറിയ ആള്. എവിടെയാണ് താജിഷ കാസർഗോഡ് സ്ഥലം? എന്റെ സ്ഥലം വിദ്യാനഗർ, ഹസ്ബൻഡിന്റെ സ്ഥലം മേൽപ്പറമ്പ്. പുത്തൻ പണത്തിലുള്ളത് ഒരു കാസർഗോഡ് ഭാഷ അതിന്റെ പകുതി പോലും ആവില്ല. മനസ്സിലായി ഞങ്ങൾക്ക്. അപ്പൊ താങ്ക് യു സോ മച്ച് വിളിച്ചതിന് കേട്ടോ. താങ്ക് യു. താജിഷയായിരുന്നു നമ്മുടെ കൂടെ. കാസർഗോഡ് പോയിട്ട് തിരിച്ചിങ്ങ് എത്തിയത് തന്നെ വലിയ ഭാഗ്യം. സത്യം ഒന്നും മനസ്സിലാവുന്നില്ല. ഒരാൾ എന്റെ വന്നിട്ട് മൊബൈലിൽ ഒരു ഓക്സ് കേബിൾ ഉണ്ടോന്ന് ചോദിക്കാണ്. വൻ കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് പിടികിട്ടുന്നില്ല എന്ത് ഈ പയ്യൻ. ഓക്സിജൻ ആണെങ്കിൽ നമുക്ക് ആശുപത്രി പോവാന്നൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരാളൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് കാസർഗോഡ് സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടാണ്. അതെ, നിങ്ങളുടെ സ്ഥലം ഇതിനകത്തുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുള്ളൂ, ഞങ്ങൾക്ക് പറ്റുന്നില്ല. കേട്ടോളൂ കേട്ടോ. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ചെളിയങ്കോട്, ബങ്കോട്, കാടൻകോട്, മാക്കോട്, വള്ളിയോട്, കളനാട്, ചെമ്മനാട്, മാങ്ങാട്, മുന്നാട്, പാടി, മായിപ്പാടി, ഇച്ചിലമ്പാടി, കഞ്ഞിപ്പാടി, നുള്ളിപ്പാടി, കോയിപ്പാടി, വെള്ളിപ്പാടി, ചാത്തപ്പാടി, ഓർക്കാടി, തലപ്പാടി, ഏരിയപ്പാടി, അകൽപ്പാടി, ആലമ്പാടി, പള്ളിപ്പാടി, മച്ചമ്പാടി, നാരമ്പാടി, ദേലമ്പാടി, കൊല്ലമ്പാടി, കൊട്ടിയാടി, ഏണിയാടി, ആരിക്കാടി, കൊട്ടോടി, കുണ്ടൂർ, അടൂർ, മധൂർ, ആദൂർ, ചേരൂർ, മുന്നൂർ, കാൻകൂർ, കുഞ്ചത്തൂർ, പാണത്തൂർ, പള്ളത്തൂർ. അങ്ങനെ കുറെ സ്ഥലങ്ങളുടെ പേരാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. നമ്മൾ സ്ഥലമാണോ വേറെ വല്ലതാണോ പറഞ്ഞ് ചീത്ത വിളിക്കുകയാണോ ആകെ ഒരു ഡൗട്ട്. എന്തായാലും പുത്തൻ പണം എന്നുള്ളൊരു സിനിമയിലെ പാട്ട് കേട്ട സമയത്താണ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ആഗ്രഹം വന്നത്. നല്ല കാസർഗോഡ് ഭാഷ നമുക്ക് കേൾക്കാം. അതെ, ബട്ട് കാസർഗോഡുകാരൊക്കെ വളരെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. ഇപ്പൊ ആ ഒരു മലബാർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്താന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാകും. ലൈക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് സ്പെൻഡ് ചെയ്യുക കുറച്ച് ടൈം. ഓക്കെ, ദി ഗോൾഡ് 101.3 FM വൈശാഖും സമീറയുമാണ് നിങ്ങളുടെ കൂടെ.